മന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 43-ാം അധ്യായത്തിൻ്റെ 2-ാം പാർട്ടാണ് ഇത്. പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്ന ശീർഷകത്തിൻ്റെ തുടർച്ചയാണ് 43-ാം അധ്യായം. അതിൽ നാം ഇന്ന് കാണുന്നത് 17 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാം. ചോദ്യം 96. എങ്ങനെയാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത്? ഉത്തരം: മേഘഗർജനം കൊണ്ട്. ചോദ്യം 97. ആരാണ് ഭൂമിയെ മേഘഗർജനം കൊണ്ട് ശാസിക്കുന്നത്? ഉത്തരം: അവിടുന്ന്. ചോദ്യം 98. മേഘഗർജനം കൊണ്ട് അവിടുന്ന് എന്തിനെയാണ് ശാസിക്കുന്നത്? ഉത്തരം: ഭൂമിയെ. ചോദ്യം 99. മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ എന്തു ചെയ്യുന്നു? ഉത്തരം: ഭൂമിയെ ശാസിക്കുന്നു. ചോദ്യം 100. എങ്ങനെയാണ് അവിടുന്ന് മഞ്ഞ് വിതറുന്നത്? ഉത്തരം: പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ. ചോദ്യം 101. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് എന്തു ചെയ്യുന്നു? ഉത്തരം: മഞ്ഞു വിതറുന്നു. ചോദ്യം 102. മഞ്ഞ് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത്? ഉത്തരം: വെട്ടുകിളിപ്പറ്റം പോലെ. ചോദ്യം 103. വെട്ടുകിളിപ്പറ്റം പോലെ എന്താണ് ഇറങ്ങി വരുന്നത്? ഉത്തരം: മഞ്ഞ്. ചോദ്യം 104. വെട്ടുകിളിപ്പറ്റം പോലെ മഞ്ഞ് എന്താണ് ചെയ്യുന്നത്? ഉത്തരം: ഇറങ്ങി വരുന്നു. ചോദ്യം 105. എന്തിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ്? ഉത്തരം: മഞ്ഞിൻ്റെ. ചോദ്യം 106. മഞ്ഞിൻ്റെ എന്ത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്? ഉത്തരം: വെണ്മ. ചോദ്യം 107. മഞ്ഞിൻ്റെ വെണ്മ എന്താണ് ചെയ്യുന്നത്? ഉത്തരം: കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ചോദ്യം 108. എന്ത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു? ഉത്തരം: മഞ്ഞ്. ചോദ്യം 109. മഞ്ഞ് എന്താണ് മനസ്സ് വിസ്മയഭരിതമാക്കുന്നത്? ഉത്തരം: മഞ്ഞ് വീഴുന്നത് കണ്ട്. ചോദ്യം 110. മഞ്ഞ് വീഴുന്നത് കണ്ട് എന്താണ് സംഭവിക്കുക? ഉത്തരം: മനസ്സ് വിസ്മയഭരിതമാകുന്നു. ചോദ്യം 111. ആരാണ് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നത്? ഉത്തരം: അവിടുന്ന്. ചോദ്യം 112. അവിടുന്ന് എവിടെയാണ് ഉപ്പുപോലെ തുഷാരം വിതറുന്നത്? ഉത്തരം: ഭൂമിയിൽ. ചോദ്യം 113. അവിടുന്ന് ഭൂമിയിൽ എന്തുപോലെയാണ് തുഷാരം വിതറുന്നത്? ഉത്തരം: ഉപ്പുപോലെ. ചോദ്യം 114. അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ എന്താണ് വിതറുന്നത്? ഉത്തരം: തുഷാരം അഥവാ മഞ്ഞ്, മൂടൽമഞ്ഞ്. ചോദ്യം 115. തുഷാരം എന്താകുമ്പോൾ കൂർത്ത മുള്ളുപോലെയാകുന്നു? ഉത്തരം: ഉറയുമ്പോൾ. ചോദ്യം 116. തുഷാരം ഉറയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഉത്തരം: അത് കൂർത്ത മുള്ളുപോലെയാകുന്നു.
ചോദ്യം 117. എങ്ങനെ തുഷാരം ജലോപരിതലത്തിൽ മഞ്ഞുകട്ടയാകുന്നു? ഉത്തരം തണുത്ത വടക്കൻ കാറ്റ് വീശി. ചോദ്യം 118. തണുത്ത വടക്കൻ കാറ്റ് വീശി എവിടെയാണ് മഞ്ഞുകട്ടയാകുന്നത്? ഉത്തരം ജലോപരിതലം. ചോദ്യം 119. തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം എന്താകുന്നു? ഉത്തരം മഞ്ഞുകട്ടയാകുന്നു. ചോദ്യം 120. തുഷാരം എന്തിൻ്റെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുന്നു? ഉത്തരം ജലാശയങ്ങളുടെ മുകളിൽ. ചോദ്യം 121. തുഷാരം ജലാശയങ്ങളുടെ മുകളിൽ എന്തു ചെയ്യുന്നു? ഉത്തരം പൊങ്ങിക്കിടക്കുന്നു. ചോദ്യം 122. എന്താണ് തുഷാരത്തിനെ, അതായത് മഞ്ഞിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നത്? ഉത്തരം ജലം. ചോദ്യം 123. ജലം അതിനെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു. ചോദ്യം 124. എന്താണ് ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നത്? ഉത്തരം തുഷാരം. ചോദ്യം 125. എന്താണ് ചൂടുകൊണ്ട് ദഹിക്കുന്നത്? ഉത്തരം പർവ്വതങ്ങൾ. ചോദ്യം 126. പ്രഭാഷകൻ 43-ാം അധ്യായം 21-ാം വാക്യം പ്രകാരം പർവ്വതങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? ഉത്തരം ചൂടുകൊണ്ട് ദഹിക്കുകയും ചെയ്യുന്നു. ചോദ്യം 127. എന്താണ് വരളുകയും ചെയ്യുന്നത്? ഉത്തരം മരുഭൂമി. ചോദ്യം 128. പ്രഭാഷകൻ 43-ാം അധ്യായം 21-ാം വാക്യം പ്രകാരം മരുഭൂമിക്ക് എന്താണ് സംഭവിക്കുക? ഉത്തരം വരളുകയും ചെയ്യുന്നു. ചോദ്യം 129. എന്താണ് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നത്? ഉത്തരം സസ്യങ്ങൾ. ചോദ്യം 130. പ്രഭാഷകൻ 43-ാം അധ്യായം 21-ാം വാക്യപ്രകാരം സസ്യങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? ഉത്തരം അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു. ചോദ്യം 131. എന്നാൽ എന്താണ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത്? ഉത്തരം മൂടൽ മഞ്ഞ്. ചോദ്യം 132. എന്നാൽ മൂടൽ മഞ്ഞ് എന്താണ് ചെയ്യുന്നത്? ഉത്തരം എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. ചോദ്യം 133. എന്ത് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു? ഉത്തരം മഞ്ഞ്. ചോദ്യം 134. മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ എങ്ങനെയാണ് ഉന്മേഷമുണ്ടാകുന്നത്? ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു. ചോദ്യം 135. മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ ചൂട് ശമിച്ച് എന്ത് ലഭിക്കുന്നു? ഉത്തരം ഉന്മേഷമുണ്ടാകുന്നു. ചോദ്യം 136. എങ്ങനെ ദ്വീപുകൾ
പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്. ഉത്തരം അത്യാഘാതത്തെ നിശ്ചലമാക്കി. ചോദ്യം 137. അത്യാഘാതത്തെ നിശ്ചലമാക്കി. അതിൽ എന്തിനെ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ്? ഉത്തരം ദ്വീപുകൾ. ചോദ്യം 138. അത്യാഘാതത്തെ നിശ്ചലമാക്കി. അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം അവിടുത്തെ നിശ്ചയമാണ്. ചോദ്യം 139. ആരാണ് ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്? ഉത്തരം സമുദ്ര സഞ്ചാരികൾ. ചോദ്യം 140. സമുദ്രസഞ്ചാരികൾ ദ്വീപിലെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഉത്തരം അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. ചോദ്യം 141. സമുദ്രസഞ്ചാരികൾ എന്തിൻ്റെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു? ഉത്തരം ദ്വീപുകളുടെ. ചോദ്യം 142. നാം എന്തിനെക്കുറിച്ചു കേട്ട് വിസ്മയിക്കുന്നു? ഉത്തരം ദ്വീപുകളെക്കുറിച്ച്. ചോദ്യം 143. നാം ദ്വീപുകളെക്കുറിച്ച് കേട്ട് എന്താണ് ചെയ്യുന്നത്? ഉത്തരം വിസ്മയിക്കുന്നു. ചോദ്യം 144. ദ്വീപിൽ എന്താണ് ഉള്ളത്? ഉത്തരം അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ. ചോദ്യം 145. എവിടെയാണ് അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികളുള്ളത്? ഉത്തരം ദ്വീപുകളിൽ. ചോദ്യം 146. ദ്വീപിൽ എന്താണ് ഉള്ളത്? ഉത്തരം എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും. ചോദ്യം 147. എവിടെയാണ് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും ഉള്ളത്? ഉത്തരം ദ്വീപുകളിൽ. ചോദ്യം 148. എങ്ങനെ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു? ഉത്തരം സ്വന്തം ശക്തിയാൽ. ചോദ്യം 149. ആരാണ് സ്വന്തം ശക്തിയാൽ ലക്ഷ്യം പ്രാപിക്കുന്നത്? ഉത്തരം അവിടുന്ന്. ചോദ്യം 150. സ്വന്തം ശക്തിയാൽ അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? ഉത്തരം ലക്ഷ്യം പ്രാപിക്കുന്നു. ചോദ്യം 151. എങ്ങനെ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു? ഉത്തരം അവിടുത്തെ വചനത്താൽ. ചോദ്യം 152. അവിടുത്തെ വചനത്താൽ എല്ലാം എന്തു ചെയ്യുന്നു? ഉത്തരം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. ചോദ്യം 153. പൂരിപ്പിക്കുക. ഡാഷ് മുഴുവൻ ആകുന്നില്ല. ഉത്തരം എത്ര പറഞ്ഞാലും. ചോദ്യം 154. അവിടുന്നാണ് സർവവും എന്നത് എന്താണ്? ഉത്തരം എല്ലാറ്റിൻ്റെയും സാരമിതാണ്. ചോദ്യം 155. എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? ഉത്തരം അവിടുന്നാണ് സർവവും. ചോദ്യം 156. എന്തിനാണ് നമുക്ക് ശക്തി ലഭിക്കേണ്ടത്? ഉത്തരം
അവിടുത്തെ പ്രകീർത്തിക്കാൻ. ചോദ്യം 157 പൂരിപ്പിക്കുക. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ഡാഷ്? ഉത്തരം ശക്തി ലഭിക്കുക. ചോദ്യം 158 ആരേക്കാൾ അവിടുന്ന് ഉന്നതനാണ്? ഉത്തരം എല്ലാ സൃഷ്ടികളെയും കാൾ. ചോദ്യം 159 എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് എന്താണ്? ഉത്തരം അവിടുന്ന് ഉന്നതനാണ്. ചോദ്യം 160 എല്ലാ സൃഷ്ടിയേക്കാൾ ആര് ഉന്നതനാണ്? ഉത്തരം അവിടുന്ന്. ചോദ്യം 161 ആരാണ് ഭയവും ശക്തിയും ജനിപ്പിക്കുന്നത്? ഉത്തരം കർത്താവ്. ചോദ്യം 162 കർത്താവ് എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം ഭയവും ശക്തിയും. ചോദ്യം 163 ആരാണ് അത്യുന്നതൻ? ഉത്തരം അവിടുന്ന് അഥവാ കർത്താവ്. ചോദ്യം 164 അവിടുന്ന് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവും. ചോദ്യം 165 അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ എന്ത് അത്ഭുതകരവുമാണ്? ഉത്തരം അവിടുത്തെ ശക്തി. ചോദ്യം 166 എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്? ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച്. ചോദ്യം 167 എല്ലാ കഴിവും ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം കർത്താവിനെ സ്തുതിക്കുവിൻ. ചോദ്യം 168 ആര് അതിനും ഉപരിയാണ്? ഉത്തരം അവിടുന്ന് അതായത് കർത്താവ്. ചോദ്യം 169 പൂരിപ്പിക്കുക. അവിടുന്ന് അതിനും ഡാഷ്. ഉത്തരം ഉപരിയാണ്. ചോദ്യം 170 എങ്ങനെയാണ് അവിടുത്തെ പുകഴ്ത്തേണ്ടത്? ഉത്തരം സർവശക്തിയോടും കൂടെ. ചോദ്യം 171 സർവശക്തിയോടും കൂടെ ആരെയാണ് പുകഴ്ത്തേണ്ടത്? ഉത്തരം അവിടുത്തെ. ചോദ്യം 172 സർവശക്തിയോടും കൂടി അവിടുത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം പുകഴ്ത്തുവിൻ. ചോദ്യം 173 പൂരിപ്പിക്കുക. സർവശക്തിയോടും കൂടി അവിടുത്തെ പുകഴ്ത്തുവിൻ ഡാഷ്. ഉത്തരം തളർന്ന് പോകരുത്. ചോദ്യം 174 എത്ര എന്തു ചെയ്താലും പരിധിയിൽ എത്തുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പുകഴ്ത്തിയാലും. ചോദ്യം 175 പ്രഭാഷകൻ 43 അധ്യായം 31 വാക്യത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഉത്തരം 3 ചോദ്യങ്ങൾ. ചോദ്യം 176 എന്തൊക്കെ ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 43 അധ്യായം 31 വാക്യത്തിൽ ചോദിച്ചിരിക്കുന്നത്? ഉത്തരം 1 ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട്? 2 ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? 3 ആർക്ക് അവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും?
ചോദ്യം 177. ഇവയേക്കാൾ മഹത്തായ എന്ത് നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നു? ഉത്തരം നിരവധി കാര്യങ്ങൾ. ചോദ്യം 178. ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് എന്താണ്? ഉത്തരം നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു. ചോദ്യം 179. അവിടുത്തെ എന്ത് മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ? ഉത്തരം ഏതാനും സൃഷ്ടികൾ മാത്രമേ. ചോദ്യം 180. പൂരിപ്പിക്കുക. എല്ലാം ഡാഷ് കർത്താവാണ്. ഉത്തരം സൃഷ്ടിച്ചത്. ചോദ്യം 181. എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. ചോദ്യം 182. ആർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു? ഉത്തരം തൻ്റെ ഭക്തർക്ക്. ചോദ്യം 183. തൻ്റെ ഭക്തർക്ക് ആര് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു? ഉത്തരം അവിടുന്ന്, അതായത് കർത്താവ്. ചോദ്യം 184. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് എന്ത് പ്രദാനം ചെയ്യുന്നു? ഉത്തരം ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. ചോദ്യം 185. പ്രഭാഷകൻ 43-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 33. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും നന്ദി.